الفسوق والعصيان واجعلنا من الراشدين. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. اللهم بارك لنا في شعبان وبلغنا رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أفضل الأنبياء والمرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. صدق الله مولانا العلي العظيم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم. اعلموا أمة سيدنا ومولانا محمد اللهم صل وسلم وبارك عليه. ആദരണീയരായ കാരണവന്മാരെ, ബഹുമാനം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഫത്ഹുൽ ഫത്താഹ് സെൻ്ററിൻ്റെ ഈ ഓഡിറ്റോറിയത്തിൽ നമ്മൾ ആഴ്ചയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മഹത്തായ ഖുർആൻ പഠനവേദിയിൽ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഇന്ന് നമുക്കിവിടെ
ചർച്ച ചെയ്യേണ്ടത് സൂറത്തു ഖുറൈശ് ആണ്. കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾ സൂറത്തുൽ മാഊനാണ് ചർച്ച ചെയ്തത്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം. ഇന്ന് അതിൻ്റെ തൊട്ട് മുകളിലുള്ള സൂറത്തു ഖുറൈശ്, അതാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഖുറൈശ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ബോധ്യപ്പെടുന്നത് നബിയുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്മം കൊണ്ട കുടുംബത്തിൻ്റെ ഗോത്രത്തിൻ്റെ പേരാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശസ്തിയും പ്രസക്തിയുമൊക്കെ ആ ഗോത്രത്തിന് ലഭിച്ചതും. ഈ അധ്യായത്തിൻ്റെ നാമകരണം തന്നെ ഖുറൈശ് എന്നതാണല്ലോ. കാരണം ഖുറൈശികളെ സംബന്ധിച്ച് പ്രത്യേകമായി അള്ളാഹു ഇറക്കിയ ഒരു അധ്യായമാണ് ഇത്. സ്വാധീനമുള്ള ആളുകളിലേക്ക് പ്രബോധനം നടത്തിക്കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്കും പ്രചോദനമാകും എന്നുള്ളത് ഒരു വ്യക്തമായ യാഥാർത്ഥ്യമാണ്. വഅൻദിർ അശീറതകൽ അഖറബീൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞത്, നബിയെ, അങ്ങ് ഈ ദിവ്യ സന്ദേശ പ്രചരണം ആദ്യം നടത്തേണ്ടത് അങ്ങയുടെ കുടുംബത്തിലാണ്. വഅൻദിർ അശീറതകൽ അഖറബീൻ. ഏറ്റവും അടുത്ത കുടുംബക്കാരെ വിളിച്ചു വരുത്തിയിട്ട് നബിയെ അങ്ങ് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക എന്നാണ് പറഞ്ഞത്. അഥവാ സ്വന്തം കുടുംബത്തിലും സ്വന്തം ഗോത്രത്തിലും ഈ സത്യത്തിൻ്റെ വിളംബരം അത് സ്വാധീനം ചെലുത്തി കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്കും പ്രചോദനമാകുമെന്നർത്ഥം. ഇസ്ലാമിൻ്റെ ദഅവത്ത് നടത്തുമ്പോൾ എല്ലാ വിഭാഗം ആളുകളെയും പരിഗണിക്കണം. പാവങ്ങളിലേക്ക് മാത്രം, സാധാരണക്കാരിലേക്ക് മാത്രം, അല്ലെങ്കിൽ VIP-കളിലേക്ക് മാത്രം, അറിയപ്പെട്ട കുടുംബത്തിലേക്ക് മാത്രം എന്ന ഒരു ശൈലി ഇല്ല. വ്യത്യസ്തരായ ഈ വിഭാഗങ്ങളിലേക്ക് അതത് കാലക്രമത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവസരത്തിനനുസരിച്ച് പ്രബോധന ദൗത്യത്തിന് ഇറങ്ങാം. അതിനുള്ള സൂചന കൂടിയാണ് ഈ സൂറത്ത് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കത് ഓതി നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എൻ്റെ കൂടെ ഓതുന്നില്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഇലാഫി ഖുറൈശ് إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. لإيلاف قريش. ഖുറൈശികൾക്ക് ഇണക്കം ചെയ്തു കൊടുത്തതിന് വേണ്ടി, ഖുറൈശികൾക്ക് ഇണക്കമുണ്ടാക്കി കൊടുത്തതിന് വേണ്ടി, ഈലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ്. ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും കച്ചവടത്തിന് വേണ്ടിയുള്ള യാത്ര അവർക്ക് ഇണക്കമുള്ളതാക്കി കൊടുത്തതിന് വേണ്ടി. അഥവാ അള്ളാഹു ഖുറൈശികൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുകയാണ് ഇവിടം. ഖുറൈശികളെ അള്ളാഹു തആല ഏറ്റവും വലിയ പ്രശസ്തിയിലേക്ക് ഉയർത്തി. ഏറ്റവും ഉന്നതമായ സ്ഥലമായി അവരുടെ പരിശുദ്ധമായ ആ മണ്ണിനെ അള്ളാഹു തആല ഉയർത്തുകയുണ്ടായി.
അവർക്ക് ഒരു കൃഷിയോ ഒരു ധാന്യമോ മുളക്കാതിരുന്ന തരിശായി കിടന്നിരുന്ന ഒരു ഭൂമിയാണ് കൊടുത്തിരുന്നത്. പക്ഷെ അവർക്ക് എല്ലാ കാലത്തെയും ഫലവർഗങ്ങളും പഴവർഗങ്ങളും ആസ്വദിക്കാവുന്ന രൂപത്തിൽ എല്ലായിടത്തേക്കും യാത്ര ചെയ്യാനുള്ള അവസരം അവർക്ക് എളുപ്പമാക്കി കൊടുത്തു എന്നുള്ളതാണ് ഈ ആയത്തുകളുടെ അർത്ഥം. ലിഈലാഫി ഖുറൈശ്, ഖുറൈശികൾക്ക് ഇണക്കം ഉണ്ടാക്കി കൊടുത്തതിന് വേണ്ടി. എന്താണ് ആ ഇണക്കം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈലാഫിഹിം റിഹ്ലത്തശ്ശിതാഇ വസ്സൈഫ്, ശൈത്യകാലം. ശൈത്യകാലം എന്ന് പറഞ്ഞാൽ തണുപ്പ് കാലം. ശൈത്യകാലത്തും ഉഷ്ണകാലം അഥവാ നല്ല ചൂടുള്ള കാലത്തും അതത് വിവിധ പ്രദേശങ്ങളിൽ ചെന്ന് കച്ചവടം നടത്താനുള്ള എല്ലാ നിർഭയത്വവും ലാഭം നേടാനുള്ള എല്ലാ അവസരവും കയറ്റുമതി ചെയ്യാനും അഥവാ മക്കയിൽ നിന്ന് സാധനങ്ങൾ മറ്റിടങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനും അവിടങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ അവർക്ക് ഇണക്കിക്കൊടുത്തു, അവർക്ക് കീഴ്പ്പെടുത്തിയ രൂപത്തിലാക്കി അല്ലാഹു തആല സൗകര്യം ചെയ്തു കൊടുത്തു എന്നർത്ഥം. ഇലാഫിഹിം റിഹ്ലത്തശ്ശിതാഇ വസ്സൈഫ്, അവർ ശൈത്യകാലത്ത് മക്കയിലെ ഖുറൈശികൾ, അല്ലെ, മക്കയിലാണല്ലോ ഖുറൈശികൾ ഉണ്ടായത്. മക്കയിലെ ഖുറൈശികൾ ശൈത്യകാലത്ത് തണുപ്പ് കാലത്ത് നല്ല കാലാവസ്ഥയുള്ള യമനിലേക്ക് പോയിരുന്നു. മക്കയുടെ തെക്ക് ഭാഗത്തുള്ള യമനിലേക്കാണ് അവർ ശൈത്യകാലത്ത് കച്ചവടത്തിന് വേണ്ടി യാത്ര പോയിരുന്നത്. അതാണ് റിഹ്ലത്തശ്ശിതാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ വസ്സൈഫ്, ഉഷ്ണകാലത്ത് അവർ യാത്ര പോയിരുന്നത് എന്തിനു വേണ്ടിയാണ് യാത്ര? കച്ചവടത്തിന് വേണ്ടിയായിരുന്നു യാത്ര. ഉഷ്ണകാലത്ത് ചൂടുള്ള കാലത്ത് അവർ യാത്ര പോയിരുന്നത് വടക്ക് ഭാഗത്തുള്ള ഷാമിലേക്ക് ആയിരുന്നു. വടക്ക് ഭാഗത്തുള്ള ഷാമിലേക്കായിരുന്നു പോയിരുന്നത്. ആ നല്ല ചൂടുള്ള ആ സമയത്ത്, മക്കയിൽ നല്ല ചൂടുള്ള സമയത്ത് ഷാമിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ കാലാവസ്ഥ ശീതോഷ്ണ കാലാവസ്ഥയായിരുന്നു. അഥവാ ചൂടും തണുപ്പൊക്കെ ഏകദേശം ഈക്വലായ രൂപത്തിൽ നല്ല കാലാവസ്ഥ. ആ സമയത്ത് അവർ അങ്ങോട്ട് പോകും. അതുപോലെ തന്നെ നല്ല തണുപ്പുള്ള സമയത്ത് തെക്ക് ഭാഗത്തുള്ള യമനിലേക്കും പോയിരുന്നു. ആ യാത്രകളൊക്കെ ഖുറൈശികൾ എന്നുള്ള നിലക്ക് അവർക്ക് എളുപ്പമായിരുന്നു. എന്താ എളുപ്പമാവാനുള്ള കാരണം? എളുപ്പമാവാനുള്ള കാരണം എന്താ? ഖുറൈശികൾ കഅബയുടെ ആളുകളാണ്. ഖുറൈശികൾ കഅബയുടെ ആളുകളാണ്. ഖുറൈശികൾ കഅബയുടെ സംരക്ഷണത്തിന്റെ ചുമതല ഏൽപ്പിക്കപ്പെട്ടവരാണ്. മക്കായിലേക്ക് വിവിധ ഇടങ്ങളിലേക്ക് വെള്ളമെത്തിക്കുന്ന ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവരാണ്. ഇങ്ങനെയുള്ള ഗുണഗണങ്ങൾ അവർക്കുള്ളത് കൊണ്ട് എല്ലാ വിഭാഗം ആളുകളും ഖുറൈശികളെ ആദരിച്ചു. മനസ്സിലാവുന്നുണ്ടോ? ഏറ്റവും വലിയ പവിത്രമായ മണ്ണിൽ ജീവിക്കാൻ അവസരം ലഭിച്ചവരും ഏറ്റവും വലിയ പവിത്രമായ ഗേഹത്തെ സംരക്ഷിക്കാനുള്ള ചുമതലാവകാശമുള്ളവരും ആയതുകൊണ്ട് അവർക്ക് എല്ലാവരുടെ ഇടയിലും ആദരവും ബഹുമാനം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവർ കച്ചവടത്തിന് പോകുമ്പോ എല്ലാ ആളുകളും ആദരവോടുകൂടെ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് കച്ചവടത്തിൽ ലാഭമുണ്ടായിരുന്നു. മനസ്സിലായില്ല? അവർക്ക് എളുപ്പമായിരുന്നു ഷാമിൽ നിന്നും യമനിൽ നിന്നുമൊക്കെ ഇറക്കുമതി ചെയ്യാനും ഇവിടെ നിന്ന് അങ്ങോട്ട് സാധനങ്ങൾ കയറ്റുമതി ചെയ്യാനും അവർക്ക് വലിയ എളുപ്പം അവർക്ക് അല്ലാഹു തആല നൽകി. അതുകൊണ്ടാണ് ഈലാഫിഹിം റിഹ്ലത്തശ്ശിതാഇ വസ്സൈഫ് എന്നിട്ട് പറയുന്നത് നോക്കൂ, ഫല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്. അതുകൊണ്ട് അല്ലാഹു നൽകിയ ഈ അനുഗ്രഹത്തിന് നന്ദിയായിക്കൊണ്ട് ഈ വീടിന്റെ ഉടമസ്ഥനായ ഏതാ വീട്? പരിശുദ്ധ കഅബാലയം. ഈ വീടിന്റെ ഉടമസ്ഥനായ അല്ലാഹുവിനെ ആരാധിച്ചു കൊള്ളട്ടെ. ആരാണ് ആ ഉടമസ്ഥൻ? ആരാണ് ആ വീടിന്റെ നാഥൻ? അല്ലദീ അത്അമഹും മിൻ ജൂ'. അവർക്ക് വിശപ്പുള്ള അവസരത്തിൽ അവർക്ക് അന്നം നൽകിയവനാണ്, ഭക്ഷണം നൽകിയവനാണ്. വആമനഹും മിൻ ഖൗഫ്. അവർക്ക് ഭയത്തിന് പകരം അവർക്ക് നിർഭയത്വം നൽകിയവനുമാണ് ആ റബ്ബ്. ആ റബ്ബിനെ അവർ ആരാധിച്ചു കൊള്ളട്ടെ.
അവർ കഅബയുടെ ആളുകളായത് കാരണത്താൽ, അവർ കഅബയുടെ സംരക്ഷകരായത് കാരണത്താൽ എല്ലായിടത്തും അല്ലാഹു അവർക്ക് നിർഭയത്വം നൽകി, എല്ലായിടത്തും അവർക്ക് വലിയ സ്ഥാനം നൽകി. എത്രത്തോളം എന്നാൽ പരിശുദ്ധ കഅബയെ ആക്രമിക്കാൻ വേണ്ടി അബ്രഹത്തിന്റെ പടയാളികൾ വന്നില്ലേ? ക്രിസ്തബ്ദം 571 അബ്രഹത്തും കൂട്ടരും പരിശുദ്ധ കഅബയെ പൊളിച്ചു മാറ്റാൻ വന്നപ്പോൾ അല്ലാഹു തആല അവരിലേക്ക് പ്രത്യേകമായ ശിക്ഷ ഇറക്കിയില്ലേ? ആ ശിക്ഷ ഇറക്കിക്കൊണ്ട് അവരെ തകർത്ത് കളഞ്ഞില്ലേ? അങ്ങനെ ഖുറൈശികൾക്ക് ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ അല്ലാഹു നൽകിയില്ലേ? ആ അല്ലാഹു നൽകിയ നിർഭയത്വം, അല്ലാഹു നൽകിയ ഭക്ഷണം, അതിനൊക്കെ പകരമായിട്ട് ശുക്റായിട്ട് ഈ ഖുറൈശികൾ ആ റബ്ബിനെ ആരാധിച്ചു കൊള്ളട്ടെ. അഥവാ നിഅമത്തുകൾ കിട്ടുമ്പോ ആ നിഅമത്തുകൾക്ക് നന്ദിയായിട്ട് അല്ലാഹുവിലേക്ക് അടുക്കാൻ, അവനിലേക്ക് മടങ്ങാൻ, അവന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ. അതാണ് ഈ കൽപ്പന ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുമ്പുള്ള സൂറത്തുകളിലൊക്കെ നമ്മൾ പഠിച്ചതുപോലെ ഇന്നാ അഅതൈനാകൽ കൗസർ, ഹബീബേ നിങ്ങൾക്ക് നാം ധാരാളമായി നിഅമത്തുകൾ നൽകിയില്ലേ? ആ നിഅമത്തുകൾക്ക് പകരമായിട്ട് ഫസല്ലി ലിറബ്ബിക്, അങ്ങയുടെ റബ്ബിന് വേണ്ടി നിസ്കരിച്ചു കൊള്ളുക. വൻഹർ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ബലിയറുക്കുകയും ചെയ്യുക. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ്, സൂറത്തുൽ ഫത്ഹിൽ നമ്മൾ പറഞ്ഞല്ലോ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ്, അല്ലാഹുവിൽ നിന്നുള്ള സഹായവും അവന്റെ വിജയവും വന്നെത്തിക്കഴിഞ്ഞാൽ വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ, അല്ലാഹുവിന്റെ ദീനിലേക്ക് കൂട്ടം കൂട്ടമായി ആളുകൾ ഇങ്ങനെ ഒഴുകുന്നതും നബിയെ അങ്ങേക്ക് കാണാൻ സാധിച്ചാൽ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, അവിടെയും നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സ്തുതിച്ചുകൊള്ളുക, അവന് വേണ്ടി തസ്ബീഹ് ചൊല്ലിക്കൊള്ളുക. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു, അവന് പൊറുക്കലിനെ തേടുക. ഇന്നഹു കാന തവ്വാബാ, നിശ്ചയമായും ആ റബ്ബ് അല്ലാഹു എല്ലാ പാപങ്ങൾ, എല്ലാ പക്ഷാതാപത്തെയും സ്വീകരിക്കുന്നവനാണ്. ഒന്നാമത്തത് ഹൗദുൽ കൗസർ അടക്കമുള്ള പുണ്യനബിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഇന്നാഅതൈനാകൽ കൗസർ, അതിന് നബിയെ അങ്ങ് നിസ്കരിച്ചു കൊള്ളുക. നന്ദി കാണിക്കേണ്ടത് ഇബാദത്ത് ചെയ്തുകൊണ്ടാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ്, മദീന ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിമാന മുഹൂർത്തമാണ് ഹിജ്റ 8-ാം വർഷം നടന്ന മക്കം ഫതഹ്. വിശദീകരിക്കേണ്ട കാര്യമില്ല, നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ അത് വളരെ വിശദമായി പറഞ്ഞതാണ്. ആ മക്കം ഫതഹ് ദിവസം മക്ക കീഴിൽ വന്ന് അല്ലാഹുവിന്റെ ഗേഹം പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കീഴിൽ കാൽ കീഴിൽ വന്ന ആ സന്ദർഭം അതിലേക്ക് സൂചന നൽകിക്കൊണ്ട് പറയാൻ, ഈ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയതിന് നബിയെ അങ്ങ് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക. അതേ ശൈലി തന്നെയാണ് ഈ സൂറത്തിലും പരാമർശ വിധേയമായത്. ലിഇലാഫി ഖുറൈശ്, മനസ്സിലാവുന്നുണ്ടോ? ഖുറൈശികൾക്ക് ഇണക്കമുണ്ടാക്കി കൊടുത്തതിന് വേണ്ടി. ഏതിലാണ് അവരുടെ ഇണക്കം? ഈലാഫിഹിം റിഹ്ലതശ്ശിതാഇ വസ്സൈഫ്, ശൈത്യകാലത്തും ഉഷ്ണകാലത്തും യമനിലേക്കും വടക്ക് ഭാഗത്തുള്ള ഷാമിലേക്കും കച്ചവട യാത്രയുമായി അവർക്ക് ബന്ധവും ഇണക്കവും യോജിപ്പും അനുയോജ്യമായ കാലാവസ്ഥയും അതിനുള്ള ശൈലിയും അല്ലാഹു ഇറക്കിക്കൊടുത്തതിന് വേണ്ടി ഫല്യഅ്ബുദൂ, ഈ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയതിനാൽ ഫല്യഅ്ബുദൂ, അവർ ആരാധിച്ചു കൊള്ളട്ടെ. ആര്? ഖുറൈശികൾ ആരാധിച്ചു കൊള്ളട്ടെ. അവരുടെ മറ്റുള്ള ദൈവങ്ങളെ, സാങ്കല്പിക ദേവതകളെ, മറ്റുള്ളവയെല്ലാം ഒഴിവാക്കിക്കൊള്ളട്ടെ. റബ്ബ ഹാദൽ ബൈത്ത്, ഈ വീടിന്റെ ഉടമസ്ഥനായ റബ്ബായ അല്ലാഹുവിനെ ആരാധിച്ചു കൊള്ളട്ടെ. ആരാണ് ആ അല്ലാഹു? അല്ലദീ അത്അമഹും മിൻ ജൂ, അവരെ വിശപ്പുള്ള അവസരത്തിൽ വിശപ്പിൽ നിന്ന് രക്ഷപ്പെടുത്തി അവർക്ക് ഭക്ഷണം കൊടുത്തവനാണ്. വആമനഹും മിൻ ഖൗഫ്, എല്ലാ ഭയപ്പാടിനും പകരം അവർക്ക് നിർഭയത്വവും ശാന്തിയും നൽകിയവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമ് നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. ഖുറൈശികൾ, അവരെക്കുറിച്ചുള്ള ആ മഹത്വം ഈ സൂറത്ത് വളരെ വ്യക്തമാക്കി പറഞ്ഞു തരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം അത് ഖുറൈശി കുടുംബമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞതായിട്ട് ഒരു ഹദീസ്
ഇബ്നു കസീർ റഹിമഹുല്ലാ രേഖപ്പെടുത്തുകയാണ്. ഫളലല്ലാഹു ഖുറൈശൻ, അല്ലാഹു തആല ഖുറൈശികളെ ചില കാര്യങ്ങളിൽ ശ്രേഷ്ഠമാക്കി. ഒന്ന്, നബിയുനാ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നി മിൻഹും, ഞാൻ അവരിൽപ്പെട്ട ആളാണ്, ഞാൻ ഖുറൈശികളിൽപ്പെട്ട ആളാണ്. ഇന്നൻ നുബുവ്വത ഫീഹിം, അവരിലാണ് നുബുവ്വത്തുണ്ടായത്, നബിമാരുണ്ടായത്. ആരിലാണ്? ഖുറൈശികളിലാണ്, അല്ലേ? ഖുറൈശികളുടെ ആ പരമ്പര എവിടേക്കാ ചെന്നെത്തുന്നത്? ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം, സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആ പരമ്പരയാണ് ഖുറൈശികൾ. അതുകൊണ്ട് തന്നെ ഒരുപാട് നബിമാരുണ്ടായത് ഇബ്രാഹിമി പരമ്പരയിലാണ്. അതുകൊണ്ട് തന്നെ പുണ്യനബി പറയുകയാണ്, ഇന്നൻ നുബുവ്വത ഫീഹിം, ഖുറൈശികളിലാണ് നബിമാർ കൂടുതൽ വന്നത്. വൽ ഹിജാബത, അവർക്ക് കഅബയുടെ പരിപാലനത്തിന്റെ ഉത്തരവാദിത്വം അവർക്കാണ്. മറ്റൊരു ഗുണം മുസ്സിഖായത, വെള്ളം എത്തിച്ചു കൊടുക്കാനുള്ള ആ ഉത്തരവാദിത്വവും അവർക്കാണ്. ഇന്നല്ലാഹ നസറഹും അലൽ ഫീൽ, ആനക്കലഹ സംഭവത്തിലൂടെ അല്ലാഹു ഖുറൈശികളെ സഹായിക്കുകയും ചെയ്തു. ആനക്കലഹ സംഭവം ഏതാ? അബ്രഹത്തിന്റെ ആനപ്പടയാളികൾ ആനയുമായിട്ടാണ് വന്നത്. മക്കയുടെ പരിസരത്ത് വരെ വരാൻ സാധിച്ചുള്ളൂ. അല്ലാഹു തആല പ്രത്യേകം പക്ഷികളെ കൊണ്ട് അവർക്ക് വലിയ ശിക്ഷ ഇറക്കി. പക്ഷികളുടെ കാലിൽ ചുടുകല്ലുകൾ അല്ലാഹു നൽകുകയും ആ കല്ലുകൾ എറിഞ്ഞുകൊണ്ട് അബാബീൽ പക്ഷികൾ അവരെ തുരത്തുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത് ആ സൂറത്താണ്. ഏതാണത്? അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം തൈറൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, ആനക്കാരായ ആളുകളെ കൊണ്ട് അല്ലാഹു എന്താണ് നബിയെ ചെയ്തതെന്ന് അങ്ങ് കണ്ടിട്ടില്ലേ? അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, അവരുടെ എല്ലാ കുതന്ത്രങ്ങളും തകർന്നു പോയില്ലേ? അല്ലാഹു തആല പ്രത്യേകമായ അബാബീൽ പക്ഷികളെ ഇറക്കി അവരെ തുരത്തിക്കളഞ്ഞില്ലേ? മക്കയുടെ അടുത്ത് വരെ വരാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. പരിശുദ്ധ ഹറമിന്റെ അതിർത്തി വരെ വരാൻ സാധിച്ചില്ല. മക്കയിലേക്ക് പ്രവേശിക്കുന്ന ആ അവസരത്തിൽ തന്നെ അവർക്ക് തകർച്ച നേരിട്ടു എന്ന് ഖുർആൻ വിവരിക്കുകയാണ്. ആ സൂറത്തിന്റെ പിറകെയാണ് സൂറത്തു ഖുറൈശ്. നമ്മൾ ഇവിടുന്ന് താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോഴാണല്ലോ ഖുറൈശ് കഴിഞ്ഞിട്ട് സൂറത്തുൽ കാഫിറൂന വിശദീകരിക്കുന്നത്. സത്യത്തിൽ സൂറത്തുൽ കാഫിറൂനയോട് കൂടെ തന്നെ ചേർത്ത് ഓതിയവരുണ്ട് സൂറത്തു ഖുറൈശ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ ഇടയിൽ ചേർക്കാതെ ഉദ്ധരിച്ചവരുമുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാരിൽ. കാരണം അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, ആ സൂറത്ത് ഖുറൈശികളുടെ ഗുണം പറയുന്ന സൂറത്താണ്. അതിന്റെ തൊട്ടു ഉടനെയുള്ള സൂറത്ത് ഖുറൈശും ലിഇലാഫി ഖുറൈശും അതുമായി തന്നെ വളരെ അഭേദ്യമായ ബന്ധവും കണക്ഷനും ഉള്ളതുകൊണ്ട് ഈ രണ്ട് സൂറത്തും ഒന്നായിട്ട് വ്യാഖ്യാനിച്ച് പറഞ്ഞവരുണ്ട്. അതിനിടയിലുള്ള ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒഴിവാക്കിക്കൊണ്ട് രേഖപ്പെടുത്തിയവരുമുണ്ട്. അത്രത്തോളം ബന്ധമുണ്ട്. അതിന്റെ മുകളിലുള്ള നമ്മൾ ഇന്ന് പരാമർശിക്കുന്ന സൂറത്ത് ഖുറൈശിന്റെ മുകളിലുള്ള സൂറത്തുൽ കാഫിറൂനയുമായിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് ആനക്കലഹ സംഭവത്തിലൂടെ അല്ലാഹു ഖുറൈശികളെ സംരക്ഷിച്ചിരിക്കുകയാണ്, വലിയ പ്രൊട്ടക്ഷൻ നൽകി. അല്ലാഹു അവർക്ക് കൊടുത്ത ആദരവ് സമൂഹത്തിലാകമാനം അറിയപ്പെട്ടപ്പോൾ എല്ലാ സമൂഹവും അവരെ ആദരിച്ചു ബഹുമാനിച്ചു. ഇതൊക്കെ പറഞ്ഞിട്ട് പുണ്യനബി പറയുകയാണ്, ഞാൻ ഖുറൈശികളിൽ പെട്ടവനാണ്, നബിമാർ വന്നത് ഖുറൈശി പരമ്പരയിലാണ്, അവർക്ക് കഅബയുടെ ഉത്തരവാദിത്വമുണ്ട്. അല്ലാഹു ആനക്കലഹ സംഭവത്തിലൂടെ ഖുറൈശികളെ സഹായിക്കുകയും രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഇന്നല്ലാഹ അൻസല ഫീഹിം സൂറത്തൻ മിനൽ ഖുർആൻ
ആ ഹദീസിൽ അവസാനം പറയുകയാണ്, നിശ്ചയമായും അല്ലാഹു ഖുറൈശികളുടെ കാര്യത്തിൽ ഒരു സൂറത്ത് ഇറക്കുകയും ചെയ്തു. എന്നിട്ട് പുണ്യപ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്ത് ഓതിക്കൊടുത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലീലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ് فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. ഈ സൂറത്ത് ഓതി കൊടുത്തു എന്നാണ്. ഇനി ഓരോ ആയത്തുകളിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധ തിരിക്കാം. ലീലാഫ് ഖുറൈശ്, ഈലാഫ് എന്ന് പറഞ്ഞാൽ ഇണക്കമുണ്ടാക്കി എന്നാണ്. സക്കാത്തിൻ്റെ അഹ്ലുകാരെ പറയുമ്പോൾ മുഅല്ലഫത്ത് ഖുലൂബുഹും എന്ന് പറയല്ലോ. എന്താ കൽബുകൾ ഇസ്ലാമിലേക്ക് ഇണക്കപ്പെട്ടവർ, പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ, അവർ സക്കാത്തിന് അവകാശികളാണ്. കൽബുകൾ ഇണങ്ങി, അവരിലേക്ക് ഇണങ്ങി എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അഥവാ ഖുറൈശികൾക്ക് ഈ യാത്രയങ്ങ് അനുയോജ്യമായ ഒരു ശൈലിയിലും രൂപത്തിലും അല്ലാഹു തആല ആക്കിക്കൊടുത്തു. യാത്ര ചെയ്യാൻ അവർക്ക് യാതൊരു മടിയുണ്ടായില്ല. കാരണം അവർക്ക് യാത്ര പോകണം. അങ്ങനെ അത്തരം ഒരു ഭൂമിയിലാണ് അല്ലാഹു തആല അവരെ സൃഷ്ടിച്ചത്. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സർ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാ فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون. سيدنا إبراهيم عليه السلام പരിശുദ്ധ കഅബാലയത്തിന്റെ തൊട്ടടുത്ത് തന്റെ പുന്നാര സഹധർമ്മിണി ഹാജർ ബീബി റളിയല്ലാഹു അൻഹയെയും അവിടുത്തെ പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും വിജനമായ സ്ഥലത്ത് ഒഴിവാക്കി അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി ദഅവത്തിന് വേണ്ടി ഫിലിസ്തീൻ ലക്ഷ്യമാക്കി പുറപ്പെട്ട സന്ദർഭം. കഅബാലയം അല്ലാഹു തആല ഭൂമിയിൽ ആദ്യമായി ഇബാദത്തിന് വേണ്ടി നിർമ്മിച്ച കേന്ദ്രമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ മക്കയിലെ സെന്റർ ഭാഗത്തുള്ള പരിശുദ്ധ കഅബ, അതിന്റെ അടിത്തറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് തന്നെ ഭൂമിയിലേക്ക് ആഴ്ന്നു പോയ രൂപത്തിലായിരുന്നു. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈൽ, പരിശുദ്ധ ഖുർആൻ പറയുന്നു, അങ്ങനെയുള്ള കഅബാലയത്തെ പുനർനിർമ്മിക്കാൻ അല്ലാഹു കൽപ്പിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും അവിടുത്തെ ആ കഅബയുടെ അസ്ഥിവാരത്തെ ഉയർത്തുകയായിരുന്നു. അത് പിന്നീടുണ്ടായ ചരിത്ര സംഭവമാണ്. എന്നാൽ ഇളം പ്രായത്തിലാണ് ഈ കഅബ നിന്നിരുന്ന സ്ഥലത്ത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരം പിഞ്ചു പൈതലായ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ ആ മരുഭൂമിയിൽ ഇട്ടേച്ചു പോയത്. മഹദിയായ ഹാജർ റളിയല്ലാഹു അൻഹാ ആ അവസരത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പുന്നാര മകനെ ഒഴിവാക്കി പോകുമ്പോ മഹദിയായ ഹാജർ റളിയല്ലാഹു അൻഹാ ഒന്ന് ചോദിക്കുകയാണ്. ഒരു നിമിഷം അങ്ങനെ മുന്നോട്ട് നീങ്ങിയപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒന്ന് പിറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ പോകുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, അതെ, അള്ളാഹു കൽപ്പിച്ചിട്ടാണ് ഞാൻ ഇവിടം വിട്ടു പോകുന്നത്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹിസ്സലാം, റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി, എന്റെ രക്ഷിതാവേ, ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹ്, ഇന്നി അസ്കൻതു മിൻ ദുർരിയതി, എന്റെ സന്താനങ്ങളിൽ ചിലരെ ഞാൻ ഇതാ ഇവിടെ പാർപ്പിക്കുകയാണ്. ബിവാദിൻ ഗൈരി ദീ സർ, ഒരു കൃഷിയോ ഒരു തളിരോ ഒരു ചെടിയോ വളരാത്ത, ഒരു ധാന്യം പോലും മുളച്ച് വലുതാവാത്ത അങ്ങനെയുള്ള തരിശു ഭൂമിയിൽ ഇതാ ഞാൻ ഒഴിവാക്കി പോകുന്നു. ബിവാദിൻ ഗൈരി ദീ സർ ഇൻദ ബൈതികൽ മുഹറം,
ഇന്ദ ബൈതികൽ മുഹറം, നിന്റെ വിശുദ്ധമായ വീടിന്റെ അരികെ. ഏതാ വിശുദ്ധമായ വീട്? വിശുദ്ധമായ വീട് ഏതാ? കഅബാലയം. നിന്റെ വിശുദ്ധമായ വീടിന്റെ അരികെ അഥവാ നിന്റെ കഅബാലയത്തിന്റെ അരികെ ഇതാ ഈ കൃഷിയില്ലാത്ത ഭൂമിയിൽ ആലോചിക്കണം, ഞാനിതാ ഇവിടെ പാർപ്പിച്ചു പോവാൻ. ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഅ. പരിശുദ്ധ ഖുർആന്റെ ആ പരാമർശം തെറ്റിയിട്ടുണ്ടോ? ആലോചിച്ച് നോക്കൂ. ഇന്നും മക്കയിൽ ചെന്നാൽ എന്താ, എത്ര ബിൽഡിങ്ങുകൾ ഉയർന്നു നിൽക്കുകയാണെങ്കിലും അതിൻ്റെ ഒക്കെ മീതെ അള്ളാഹുവിൻ്റെ പർവ്വതങ്ങൾ ഇങ്ങനെ ഉയർന്ന് നിൽക്കുന്നത് നമുക്ക് കാണാം. ആലോചിച്ച് നോക്കൂ. അവിടെ വെച്ച് പിടിപ്പിച്ച ചെടികളാണുള്ളത്. പ്രകൃതിയ അവിടെ ഒന്നും മുളക്കാത്ത അതേ ശൈലി തന്നെ തുടരുകയാണ്. പരിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ ഓതുമ്പോ, ഹറമിലെ ഇമാമിയങ്ങൾ ഓതുമ്പോ അവിടെ മൗമൂമിങ്ങളായ മുഅ്മിനീങ്ങളൊക്കെ ഗദ്ഗദകണ്ഠരായി കരയുന്നു. ഇമാമ് തന്നെ കരയുന്നു. കേട്ടിട്ടില്ലേ? ഇമാമ് തന്നെ കരയുന്നു. ഇത്തരം പരാമർശങ്ങൾ വരുമ്പോ അള്ളാഹുവിന്റെ അജബിനെ കുറിച്ച് അവർ ചിന്തിക്കുകയാണ്. കാലമത്ര കഴിഞ്ഞിട്ടും ആ ഭൂമി കൃഷിയില്ലാത്ത ഭൂമി തന്നെയാണ്. എന്നിട്ട് നോക്കൂ, ഇന്ദ ബൈതികൽ മുഹറം, റബ്ബേ നിന്റെ വിശുദ്ധമായ കഅബാലയത്തിന്റെ അടുത്ത് ഈ കൃഷിയില്ലാത്ത ഈ തരിശ് ഭൂമിയിലാണ് എൻ്റെ മക്കളെ ഞാൻ ഉപേക്ഷിച്ചു പോകുന്നത്, ഇവിടെ പാർപ്പിക്കുന്നത്. റബ്ബനാ ലിയുഖീമുസ്സലാത്ത്, ഇബ്രാഹിം നബിയുടെ ദുആയാണ്. റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹ്, ലിയുഖീമുസ്സലാത്ത് ആ മക്കൾ നിസ്കാരം നിലനിർത്തുവാൻ വേണ്ടിയാണ്. അല്ലാഹ് അവരിവിടെ പാർത്തിട്ട് നിസ്കാരം ഇവിടെ നിലനിർത്തുന്നവരാണ്. അതുകൊണ്ട് ജനങ്ങളുടെ ഹൃദയങ്ങൾ തഹ്വീ ഇലൈഹിം അവരിലേക്ക് ചായ്വുണ്ടാക്കുന്ന രൂപത്തിലാക്കണമേ അല്ലാഹ്. വജഅൽ അഫ്ഇദതം മിനന്നാസ് ജനങ്ങളുടെ ഹൃദയങ്ങൾ അല്ലാഹ് തഹ്വീ ഇലൈഹിം ഞാൻ ഇവിടെ ഒഴിവാക്കി പോകുന്ന എൻ്റെ മക്കളിലേക്ക് ചായുന്ന അവസ്ഥയിലാക്കണേ അല്ലാഹ്. വറുസുഖുഹും മിനസ് സമറാത്ത് ഈ കൃഷിയില്ലാത്ത ഭൂമിയിലാണ് ഞാൻ ഒഴിവാക്കി പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന നോക്കണം. പരിശുദ്ധ ഖുർആനിന്റെ മോചിതത്ത് നോക്കണം. ഈ കൃഷിയില്ലാത്ത തരിശ് ഭൂമിയിൽ ഞാൻ ഉപേക്ഷിച്ചു പോകുമ്പോഴും റബ്ബേ ഏൽപ്പിക്കുകയാണ്. എന്തിനാണ് ഞാൻ അവരെ ഇവിടെ പാർപ്പിച്ചു പോകുന്നതെന്നല്ലേ? അവർ നിസ്കാരം നിലനിർത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അല്ലാഹ് ജനങ്ങളുടെ ഹൃദയങ്ങളെ നീ ആക്കേണമേ തഹ്വീ ഇലൈഹിം അവരിലേക്ക് ആകൃഷ്ടരാകുന്ന രൂപത്തിൽ, അവരിലേക്ക് ചായുന്ന രൂപത്തിൽ. വർസുഖുഹും മിനസ് സമറാത്ത് അവർക്ക് കടിക്കാനുള്ള ആഹരിക്കാനുള്ള എല്ലാവിധ ഫലങ്ങളും പഴങ്ങളും കൊടുക്കണമേ. ലഅല്ലഹും യശ്കുറൂൻ അവർ നന്ദിയുള്ളവരാവാൻ വേണ്ടി. അല്ലാഹ് ഇന്ന് മക്കയിൽ ചെന്നാൽ കിട്ടാത്ത പഴങ്ങളുണ്ടോ? ഇത്രയേറെ ഭക്ഷണം കഴിക്കുന്ന, ഒരേ സമയം ലക്ഷക്കണക്കിന് ആളുകൾ ആഹാരം കഴിക്കുന്ന ഒരു നാട് വേറെയുണ്ടോ? പരിശുദ്ധ റമദാൻ വരെയാണ്. 27-ാം രാവിനൊക്കെ 25 ലക്ഷത്തിൽ പരം ആളുകൾ ഒന്നിച്ച് കൂടുന്ന മനുഷ്യ സാഗരമാണ് അവിടെ തീർക്കപ്പെടുന്നത്. നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു 10,000 ആളുകളെ സംഘടിപ്പിച്ചൊരു സമ്മേളനം നടത്താൻ, അങ്ങനെയുള്ള ക്യാമ്പുകൾ 2-3 ദിവസമൊക്കെ നടത്താൻ എത്ര പ്രയാസാണ്. എന്നാൽ ഇത് ലക്ഷങ്ങൾ 5 വക്തിനും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധ ഹജ്ജ് വരുമ്പോൾ അതിനേക്കാൾ വലിയ മഹാസാഗരം തീർക്കപ്പെടുന്നു. പരിശുദ്ധ റമദാൻ പറയേണ്ടതില്ല. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആ പുണ്യഭൂമിയിൽ എത്തിയിട്ടില്ലാത്ത സഹോദരങ്ങൾ ഉണ്ടാകും ഈ സദസ്സിൽ. അല്ലാഹ് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ, എത്രയും പെട്ടെന്ന് തൗഫീഖ് നൽകണേ തമ്പുരാനെ. അത്ഭുതങ്ങളുടെ അത്ഭുതമാണ്. ഒരു കൃഷിയില്ലാത്ത മണ്ണിലേക്കാണ് ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തുന്നത്. എല്ലാവരും അവരിലേക്ക് അങ്ങ് ചായാൻ. ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് മിൻകുല്ലി ഫജ്ജിൻ അമീഖ് ഇബ്രാഹിം നബിയുടെ ദുആക്ക് ഉത്തരമാണിത്. വർസുഖുഹും മിനസ് സമറാത്ത് അവർക്ക് എല്ലാവിധ പഴങ്ങളും ഫലങ്ങളും നൽകണമേ. ഈ ലക്ഷക്കണക്കിന് ആളുകൾ ഒന്നിച്ച് നോമ്പ് തുറക്കും, ഭക്ഷണം കഴിക്കും. എന്തൊരു അത്ഭുതമാണത്. ആ ഭൂമിയെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്. ബിവാദിൻ ഗൈരി ദീ സർ
അങ്ങനെയുള്ള ഭൂമിയിലേക്ക് അവർക്ക് പഴങ്ങളും മറ്റും എത്തിക്കാൻ ഖുറൈശികൾക്ക് മറ്റിടങ്ങളിലേക്ക് പോകാനുള്ള യാത്ര എളുപ്പമാക്കി കൊടുത്തു. അവർക്ക് ആദരവ് കൊടുത്തു. കച്ചവടത്തിൽ അവർക്ക് വലിയ പുരോഗതി ഉണ്ടാവാൻ കാരണമെന്ത്? അവർ കഅബയുടെ ആളുകളാണ്, കഅബാലയത്തിന്റെ ആളുകളാണ് എന്ന വലിയ മഹത്വം അവർക്ക് നൽകിയതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ലീലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലതശ്ശിതാഇ വസ്സൈഫ്. ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാമഹന്മാർ അബൂ അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പാപ്പമാരില്ലേ, അബ്ദു മനാഫ്, ഹാഷിം തുടങ്ങിയ ഉപ്പാപ്പമാരിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഖുസൈ. നബി തങ്ങളുടെ ഉപ്പാപ്പയാണ് ഖുസൈ. ഖുസൈ എന്നവരാണ് വിവിധ ഇടങ്ങളിൽ ഇങ്ങനെ പരന്നു കിടന്നിരുന്ന ഖുറൈശികളെ ഒരുമിച്ച് കൂട്ടിയത് എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. മനസ്സിലായല്ലോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മക്കളും ഭാര്യയും ഒക്കെ അവിടെ താമസിച്ചു. അവിടെ പിന്നെ ആളുകൾ വന്ന് താമസിക്കാനുണ്ടായ കാരണം എന്താ? ആളുകൾ വന്ന് താമസിക്കാനുണ്ടായ കാരണം സംസം വെള്ളമാണ്. കാരണം വെള്ളം ഉണ്ടാവണമല്ലോ. നേരത്തെ ഉള്ള കൃഷി ഇല്ലാത്ത സ്ഥലത്ത് തന്നെയാണ് അള്ളാഹു തആല വലിയ അത്ഭുതം വേറെ കൊടുത്തത്. അതേതാ? മാഉ സംസം. ഇസ്മായിൽ അലൈഹിസ്സലാം കാലിട്ടടിച്ചു എന്നാണ്. അള്ളാഹു തആല ആ ഭൂമിയിൽ ഒരുക്കിക്കൊടുത്ത വലിയ ബർക്കത്താണ് എന്ത്? സംസം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ വെള്ളം വലിയ തടാകമായി തീർന്നു. വെള്ളപ്പൊക്കത്തിന്റെ ശൈലിയിൽ വന്നപ്പോൾ ഹാജർ ബീവി റളിയല്ലാഹു അൻഹ ദുആ ചെയ്തു എന്നാണ്. ആ ദുആക്കുത്തരം എന്നോണമാണ് സംസം അടങ്ങിയത് എന്നാണ്. അങ്ങനെ വെള്ളമുള്ള തടാകം വന്നപ്പോ അവിടെ മറ്റു ആളുകൾ വന്ന് താമസിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അങ്ങനെയാണ് പിന്നെ ജനവാസ കേന്ദ്രമായി മക്ക മാറിയത്. ആ ഭൂമിയിലേക്ക് ഇന്ന് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ചരിത്രത്തിൽ ഇത്ര ആളുകൾ ഒന്നിച്ചിങ്ങനെ ഒഴുകി ഒഴുകി എല്ലാ ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നാട് വേറുണ്ടാവില്ല. വജഅൽ അഫ്ഇദതം മിനന്നാസ്, ജനഹൃദയങ്ങളെ അല്ലാഹുവേ നീ ആക്കണമേ. തഹ്വീ ഇലൈഹിം, ഈ മക്കക്കാരിലേക്ക്, ഖുറൈശികളിലേക്ക്, മക്കാ നിവാസികളിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക് ചായ്വുള്ളവരാക്കണമേ. അങ്ങനെ ഈ ഖുറൈശ് എന്ന കുടുംബത്തെ ഒരുമിച്ച് കൂട്ടിയത് മഹാനായ ഖുസൈ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാമഹൻ ഖുസൈ എന്നവരാണ്. എന്നിട്ട് പറഞ്ഞു ഈലാഫിഹിം റിഹ്ലതശ്ശിതാഇ വസ്സൈഫ്, ശൈത്യകാലത്തും ഉഷ്ണകാലത്തുമുള്ള യാത്ര അവർക്ക് ഇണക്കമുള്ളതാക്കി. രണ്ടാമത്തെ ആയത്തതാണ് ഈലാഫിഹിം റിഹ്ലതശ്ശിതാ. റിഹ്ലത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റിഹ്ലത്ത് എന്ന് പറഞ്ഞാൽ യാത്ര എന്നർത്ഥം. യാത്രക്ക് അറബിയിൽ നമുക്കൊക്കെ പരിചയമുള്ളൊരു പദമുണ്ട്. അതേതാ? യാത്ര എന്നുള്ളതിന് നമുക്കൊക്കെ പരിചയമുള്ള ഒരു പദമുണ്ട്. അതേതാ? സഫർ അല്ലേ? സഫർ എന്ന് പറഞ്ഞാൽ എല്ലാ യാത്രക്കും പറയണ കോമൺ യാത്രക്ക് പറയുന്നതാണ് സഫർ. റിഹ്ലത്ത് എന്ന് പറഞ്ഞാലോ ശരിക്കും ശ്രദ്ധിക്കണം. റിഹ്ലത്ത് എന്ന് പറഞ്ഞാൽ കച്ചവടത്തിനുള്ള യാത്രക്കാണ് പറയാ. കച്ചവടം ബിസിനസ് ലക്ഷ്യമാക്കിയുള്ള യാത്രക്കാണ് എന്ത് പറയാ? റിഹ്ലത്ത് എന്ന് പറയുക. അള്ളാഹു നാഫിയായ ഇൽമു വർദ്ധിപ്പിച്ച് തരുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കട്ടെ. അള്ളാഹു മുത്തഖീങ്ങളിൽ പരിശുദ്ധ ഖുർആനിന്റെ അഹ്ലുകാരിൽ നമ്മെ എല്ലാം ചേർക്കുമാറാവട്ടെ. റിഹ്ലത്ത് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? കച്ചവട യാത്ര. സാധാ യാത്രക്ക് എന്ത് പറയും? സഫർ എന്ന് പറയും. നമുക്കറിയാവുന്ന പദമാണ്. റിഹ്ലതശ്ശിതാ, ശിതാ എന്ന് പറഞ്ഞാൽ ശൈത്യം, തണുപ്പ് എന്നാണ്. ശിതാ എന്ന് പറഞ്ഞാൽ ശൈത്യം, തണുപ്പ്. ശൈത്യകാലം എന്നുള്ള അർത്ഥം കിട്ടാൻ അശ്ശിതാ, മനസ്സിലായല്ലോ? അശ്ശിതാ എന്ന് പറഞ്ഞതിലൂടെയാണ് എന്ത് മനസ്സിലാക്കുന്നത്? ശൈത്യകാലം, തണുപ്പുള്ള കാലം. വസ്സൈഫ്, സ്വൈഫ് എന്ന് പറഞ്ഞാൽ ഉഷ്ണം എന്നർത്ഥം. സ്വൈഫ്, അസ്വൈഫ് എന്ന് പറഞ്ഞാൽ ആ ഉഷ്ണകാലം, അത് കീഴ്പ്പെടുത്തി കൊടുത്തു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ അനുഗ്രഹങ്ങൾ അള്ളാഹു അവർക്ക് നൽകിയതിനാൽ ഫല്യഅ്ബുദൂ, അവർ ആരാധിച്ചു കൊള്ളട്ടെ. റബ്ബ ഹാദൽ ബൈത്ത്, റബ്ബ ഹാദൽ ബൈത്ത്, ഈ വീടിന്റെ റബ്ബിനെ അവർ ആരാധിച്ചു കൊള്ളട്ടെ. അഥവാ ഇനി ഈ അനുഗ്രഹങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിനെ ആരാധിക്കാതിരിക്കാൻ പറ്റൂല എന്നർത്ഥം. അള്ളാഹുവിനെ ആരാധിക്കാതിരിക്കാൻ പറ്റൂല. ഫല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്
ഫലഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ് കഅബയെ സംബന്ധിച്ച്, ഇന്ന അവ്വല ബൈത്തിൻ ഉളിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ. നിശ്ചയമായും അല്ലാഹു ജനങ്ങൾക്ക് വേണ്ടി ഭൂമി ലോകത്ത് ആദ്യമായി ഉണ്ടാക്കപ്പെട്ട വീട് ഏതാണ്? ലല്ലദീ ബിബക്കത മുബാറക, അനുഗ്രഹീതമായ ബക്കയിലാണ്. മക്കയുടെ മറ്റൊരു പേരാണെന്ത്? ബക്ക എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. വഹുവല്ലദീ കഫ്ഫ ഐദിയകും അൻകും വഐദിയകും അൻഹും ബിബത്നി മക്കത മിൻ ബഅദി അൻ വകാന അല്ലാഹു ബിമാ തഅമലൂന ബസീറാ. പരിശുദ്ധ ഖുർആൻ പറയുകയാണ് ഇവിടെ ബിബത്നി മക്കത. ഖുർആൻ അവിടെ മക്ക എന്ന് ഒരിടത്ത് മാത്രമാണ് മക്ക എന്ന് ഉപയോഗിച്ചത്. ആ ദേശത്തിന്റെ പേരായ മക്ക എന്ന് ഒരിടത്ത് മാത്രമാണ് പരിശുദ്ധ ഖുർആൻ ഉദ്ദേശിച്ചത്, പരാമർശിച്ചത്. എന്നാൽ മറ്റൊരിടത്ത് മക്കയെക്കുറിച്ച് ബിബക്കത എന്നാ പറഞ്ഞത്. ഇന്ന അവ്വല ബൈത്തിൻ ഉളിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകൻ. മറ്റൊരിടത്ത് ഉമ്മുൽ ഖുറ എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ലിതുൻദിറ വലിതുൻദിറ ഉമ്മുൽ ഖുറ വമൻ ഹൗലഹാ. ഉമ്മുൽ ഖുറ എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങളുടെ മാതാവ് എന്നർത്ഥം. ഇതൊരു ഗ്രാമീണ സ്വഭാവമുള്ള നാടായിരുന്നു, ഒരു ഗ്രാമീണ സ്വഭാവം. ഇന്നും അതിൻ്റെ ആ ഒരു ചിത്രം ഇന്നും കാണാൻ സാധിക്കും. മദീനയിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണ് എന്ത് മക്ക എന്നുള്ളത്. മദീന അധികമൊന്നും മലകളാൽ ചുറ്റപ്പെടാതെ വളരെയേറെ വിശാലമായി കിടക്കുകയാണ്. എന്നാൽ മക്ക എങ്ങനെയല്ല, കുറഞ്ഞ സ്ഥലത്തും ഒരുപാട് മലകളാൽ ചുറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഒരു ഗ്രാമീണതയുടെ സ്വഭാവം ഇപ്പോഴും ഇത്രയേറെ ബിൽഡിംഗ് ഒക്കെ വന്നതിന് ശേഷവും നമുക്ക് കാണാൻ സാധിക്കും. ഉമ്മുൽ ഖുറ അല്ലേ, കേട്ടിട്ടില്ലേ? ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റി എന്നൊക്കെ. മക്കയിലെ യൂണിവേഴ്സിറ്റിക്ക് പേര് ഉമ്മുൽ ഖുറ അഥവാ ഗ്രാമങ്ങളുടെ മാതാവ്. പരിശുദ്ധ ഖുർആനിന്റെ പരാമർശമാണ് മക്കയെക്കുറിച്ച്. അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ വ്യത്യസ്തമായ രൂപത്തിൽ അതിന്റെ പേര് ഇവിടെ പറഞ്ഞിരിക്കുന്നു എന്ന് മഹാന്മാർ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ്. ആ നാടിനെ കുറിച്ച് തന്നെയാണ് വത്തീനി വസ്സൈതൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ എന്ന് പറഞ്ഞത്. വത്തീൻ വസ്സൈതൂൻ, വത്തീൻ അത്തിമരത്തെ തന്നെ സത്യം, വസ്സൈതൂൻ സൈതൂൻ മരത്തെ തന്നെയും സത്യം, വഹാദൽ ബലദിൽ അമീൻ ഈ നിർഭയത്വത്തിന്റെ നാടിനെ തന്നെ സത്യം. ഏറ്റവും വലിയ നിർഭയത്വമുള്ള നാടാണേത്? മക്ക എന്നുള്ളത്. മക്കയിൽ നിന്ന് പുറപ്പെട്ട ഖുറൈശികളെ എല്ലാവരും ആദരിക്കുകയും ആരും അവരോട് ശണ്ട കൂടാൻ നിൽക്കുകയും ഇല്ല. കാരണം അവർ കഅബയുടെ ആളുകളാണെന്നുള്ള നിലയിൽ. എന്നാൽ മക്കയുടെ അകത്തേക്ക് വന്നാലോ ഒരു വിധത്തിലും യാതൊരുവിധ കലഹവും ഉണ്ടാക്കാൻ അവർക്കാകുമായിരുന്നില്ല. അത്ര പേടിയും ഭയപ്പാടുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ മക്കയെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു വഹാദൽ ബലദിൽ അമീൻ ഈ നിർഭയത്വത്തിന്റെ നാട് തന്നെ സത്യം. വത്തീനി വസ്സൈതൂനി വതൂരി സീനീൻ അത്തിമരത്തെ തന്നെ സത്യം, വസ്സൈതൂൻ സൈതൂൻ മരത്തെയും സത്യം, വതൂരി സീനീൻ തൂരി സീന മലയെയും സത്യം. പിന്നെ പറഞ്ഞു വൽ ബലദിൽ വഹാദൽ ബലദിൽ അമീൻ ഈ നിർഭയത്വത്തിന്റെ നാടിനെയും സത്യം. അവസാനം പറഞ്ഞ നാടേതാണ്? പരിശുദ്ധ മക്കയെ. ആ പരിശുദ്ധ മക്കയെയും സത്യം ചെയ്തുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വിധത്തിൽ മക്കയെ സംബന്ധിച്ച് വിവിധയിടങ്ങളിൽ ഖുർആൻ വ്യത്യസ്ത രൂപങ്ങളിൽ തന്നെ പരിചയപ്പെടുത്തി തരുന്നു. അതുകൊണ്ട് ഫലഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത് ഈ പരിശുദ്ധ മക്കയുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്തുകൊണ്ടാണോ ആ മഹത്തായ കഅബാലയത്തിന്റെ റബ്ബിനെ അവർ ആരാധിച്ചു കൊള്ളട്ടെ. ആരാണ് ആ റബ്ബ്? അല്ലദീ യത്അമഹും മിൻ ജൂഅ് വിശപ്പിൽ നിന്ന് അവർക്ക് ഭക്ഷണം കൊടുത്തവനാണ്. കാരണം ഖുറൈശികൾക്ക് പ്രത്യേകമായി അവർക്ക് അനുഗ്രഹത്തെ വേഗം നേരിട്ട് കാണാനും ആസ്വദിക്കാനും വേർതിരിച്ച് മനസ്സിലാക്കാനും സാധിക്കും. കാരണം അവരുടെ മണ്ണെന്നുള്ളത് കൂടുതൽ കൃഷിയില്ലാത്ത, കൂടുതൽ എന്നല്ല തീരെ തന്നെ കൃഷിയില്ലാത്ത, പഴങ്ങളും മുളക്കാത്ത, ഫലങ്ങൾ ഉണ്ടാവാത്ത ഭൂമിയാണ്. ആ ഭൂമിയിലേക്ക് വ്യത്യസ്ത ദേശങ്ങളിൽ നിന്ന് അന്ന് ഇറക്കുമതി ചെയ്യപ്പെട്ട ഭക്ഷണങ്ങളെപ്പോലെ ഇന്നും ഇതാ ഇറക്കുമതി ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ വിശപ്പടക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അവർക്ക് എല്ലാ നിർഭയത്വവും നൽകി.
ഭയത്തിന് പകരം അല്ലാഹു ശാന്തിയും നിർഭയത്വവും നൽകി അല്ലാഹു അവരെ അനുഗ്രഹിച്ചിരിക്കുന്നു. ആ അനുഗ്രഹങ്ങൾക്ക് പകരമായിട്ട് അവർ അല്ലാഹുവിനെ ആരാധിച്ചു കൊള്ളട്ടെ. ഫല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അത് ആത്മാർത്ഥതയോടുകൂടെയാവുക എപ്പോഴാണ്? ആരാധിക്കപ്പെടുന്ന ആളുടെ അനുഗ്രഹത്തെ മനസ്സിലാക്കുമ്പോഴാണ്, യഥാവിധി മനസ്സിലാക്കുമ്പോഴാണ്. അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവനാണ് യഥാർത്ഥ ആബിദായ മനുഷ്യൻ. അള്ളാഹു പറയുന്നത് പൂർണ്ണമായും അനുസരിക്കുകയാണ്. ഒരു പട്ടാളക്കാരൻ തൻ്റെ മേധാവിയെ അനുസരിക്കുന്നത് പോലെയല്ല അള്ളാഹുവിന് ഒരു അടിമ ഇബാദത്തെടുക്കുന്നത്. ഒരു ജോലിക്കാരൻ ആ ഉദ്യോഗസ്ഥന്റെ മേലധികാരിയെ അനുസരിക്കുന്നത് പോലെയല്ല ഒരു അടിമ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നത്, ആരാധിക്കുന്നത്. എത്രത്തോളം ഒരു ഭാര്യ തൻ്റെ ഭർത്താവിനെ പോലും അനുസരിക്കുന്നത് ചിലപ്പോൾ പൂർണ്ണമായ തൃപ്തിയോടുകൂടെയാവില്ല. ദീനീ ജീവിതം നയിക്കുന്ന ഭർത്താക്കന്മാർ ഭാര്യയോട് മുഖാവരണമൊന്നിടണമെന്ന് പറഞ്ഞാൽ, മുഖം മറച്ചേ പോകാവൂ എന്ന് പറഞ്ഞാൽ അതിനെയൊക്കെ വിമുഖത കാണിക്കുന്ന ചില സഹോദരിമാരെ കാണാം. അവരത് അനുസരിച്ചാലും പൂർണ്ണ തൃപ്തിയോടുകൂടെ ആവുകയില്ല അനുസരിക്കുന്നത്, അല്ലേ? ഒന്ന് മുഖമൊക്കെ മറച്ചിട്ട് പോണെന്ന് പറഞ്ഞാൽ, ദീനിയായ ചിന്തയുള്ള ഭർത്താവ് പറഞ്ഞാൽ ചില ഭാര്യമാർക്ക് അതൊരു വല്ലാത്ത വിഷമാണ്. എന്നാലും അനുസരിക്കും. ഭർത്താവല്ലേ പറയണത്. തൃപ്തിയില്ലെങ്കിലും അനുസരിക്കും. ആ അനുസരണ അല്ല അള്ളാഹുവിനെ ഇബാദത്തെടുക്കുന്ന യഥാർത്ഥ ആബിദിന്റെ മനസ്സിലുണ്ടാവേണ്ട അനുസരണബോധം. അവൻ യഥാവിധി റബ്ബിനെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നു. കാരണം അവന് ഭക്ഷണം നൽകിയത് അള്ളാഹുവാൻ, അവന് വെള്ളം നൽകിയത് അള്ളാഹുവാണ്, നടക്കാൻ കാലുകൾ നൽകിയത്, കാണാൻ കണ്ണുകൾ നൽകിയത്, കേൾക്കാൻ അവന്റെ കാതും അവന്റെ സംസാരത്തിനുള്ള നാവും നൽകിയത്. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ. സത്യവിശ്വാസി മുഅ്മിനായ മനുഷ്യൻ എപ്പോഴും ചിന്തിക്കേണ്ടത്, ഓരോ അനുഗ്രഹങ്ങളും അവന്റെ മുന്നിലേക്ക് വരുമ്പോ ഇതൊക്കെ അല്ലാഹു തന്നതാണ്, റബ്ബ് തന്നതാണ്. ആ ബോധമുണ്ടാകുമ്പോഴാണ് അവന് ഇഖ്ലാസോടുകൂടെ ഇബാദത്തെടുക്കാനും യഥാർത്ഥ ആബിദായി തീരാനും സാധിക്കുക. ഫല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഅ് വആമനഹും മിൻ ഖൗഫ്. ഖുറൈശികൾ ആരാധിച്ചു കൊള്ളട്ടെ ഈ ബൈത്തിന്റെ, ഈ വീടിന്റെ ഉടമസ്ഥനായ റബ്ബിനെ ആരാധിച്ചു കൊള്ളട്ടെ. അതിനു മുമ്പും അതിനു വേണ്ട പ്രേരകമായുള്ള നിഅമത്തുകളെ പറയുന്നു. ലീലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലത്തശ്ശിതാഇ വസ്സൈഫ്. ഖുറൈശികൾക്ക് ഇണക്കമുണ്ടാക്കി കൊടുക്കുക എന്ന അനുഗ്രഹം ചെയ്തത് കാരണത്താൽ ആ ഇണക്കമേതെന്നാൽ ഈലാഫിഹിം റിഹ്ലത്തശ്ശിതാഇ വസ്സൈഫ്. ശൈത്യകാലത്ത്, തണുപ്പുകാലത്ത് തെക്ക് ഭാഗത്തുള്ള യമനിലേക്ക് പോയി കച്ചവട വസ്തുക്കളും ധാന്യങ്ങളുമൊക്കെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാനുള്ള സാഹചര്യം അവർക്ക് ഒരുക്കിക്കൊടുത്തതിന് കാരണത്താൽ വസ്സൈഫ്, ചൂടുകാലത്ത്, ഉഷ്ണകാലത്ത് വടക്ക് ഭാഗത്തുള്ള ഷാമിലേക്ക് കച്ചവട ആവശ്യാർത്ഥം പോയി അവിടുത്തെ വസ്തുക്കളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് സുഭിക്ഷമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി ആ അനുഗ്രഹം ചെയ്തത് കാരണത്താൽ അവർ ആരാധിച്ചു കൊള്ളട്ടെ ഈ വീടിന്റെ ഉടമസ്ഥനായ കഅബയുടെ റബ്ബായ അല്ലാഹുവിനെ ആരാധിച്ചു കൊള്ളട്ടെ. ആ കൽപ്പന പറഞ്ഞിട്ട് വീണ്ടും അല്ലാഹു ഓർമ്മപ്പെടുത്താൻ അവർക്ക് കൊടുത്ത അനുഗ്രഹം ഈ കച്ചവടം ചെയ്ത് കിട്ടിയത് കൊണ്ടാണ്. അല്ലദീ അത്അമഹും മിൻ ജൂഅ്. കൃഷിയില്ലാത്ത ഈ ഭൂമിയിൽ അവർക്ക് വിശപ്പടക്കാൻ ഭക്ഷണം ലഭിച്ചത്. വആമനഹും മിൻ ഖൗഫ്. അവരെ ആക്രമിക്കാൻ വരുന്നവരെയൊക്കെ തുരത്തി ഓട്ടിയത് അബ്രഹത്ത് എന്ന ഏറ്റവും വലിയ ധിക്കാരിയായ രാജാവ്, യമനുകാരനായ രാജാവാണ്. ക്രിസ്തബ്ദം 571 ആനക്കലഹ സംഭവമെന്ന് നമ്മൾ ചരിത്രത്തിൽ കേട്ട് മദ്രസയിൽ തന്നെ പഠിച്ചിട്ടുള്ള ആ സംഭവത്തിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെയുള്ള ആ വലിയ സൈന്യവുമായി വന്നിട്ട് കഅബാലയത്തെ പൊളിക്കാൻ വന്നത്. പക്ഷെ അള്ളാഹു അവരെ രക്ഷപ്പെടുത്തി. അതിലൂടെ ഖുറൈശികളുടെ സ്ഥാനം ഉയർത്തി. ഈ നിഅമത്തുകളൊക്കെ മനസ്സിലാക്കി അള്ളാഹുവിന് ശുക്റായിട്ട്, നിഅമത്തിന് ശുക്റായിക്കൊണ്ട് ഇബാദത്തെടുക്കുക. ഇതിലും ഏറ്റവും വലിയ നിഅമത്തായി പറഞ്ഞതെന്താ? അല്ലദീ അത്അമഹും മിൻ ജൂഅ്. എന്താ? ഭക്ഷണം കൊടുത്തു എന്നുള്ളതാ, വിശപ്പടക്കുക എന്നുള്ളതാ. ഏറ്റവും വലിയ നിഅമത്ത് അതാണല്ലോ. വലിയ വീടുണ്ടായിട്ട് കാര്യമില്ല,
വലിയ വാഹനങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല, മറ്റ് സുഖസൗകര്യങ്ങൾ ജീവിതത്തിൽ ഉറങ്ങാനും മറ്റുള്ളതിനും ഉണ്ടായിട്ട് കാര്യമില്ല. ഭക്ഷണം കിട്ടാതെ വന്നാൽ എന്ത് ഉറക്ക്, എന്ത് സൗകര്യം ആലോചിച്ച് നോക്കൂ. ഇന്ത്യയിൽ തന്നെ ഏതാനും വർഷം മുന്നേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലുണ്ടായ മലയിടിച്ചിലിൽ വലിയ പ്രമാണിമാരടങ്ങുന്ന ഒരു സംഘം അങ്ങ് കുടുങ്ങിപ്പോയി. ആലോചിക്കണം, ഒരു റൊട്ടി പോലും വാങ്ങാൻ സാധിക്കാതെ വലിയ പ്രമാണിമാർ, വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാണ്, വലിയ പ്രമാണിമാർ വലിയ വാഹനത്തിലും മറ്റൊക്കെ ടൂറിന് വന്നവർ ആകെ നിക്കക്കള്ളിയില്ലാതെ നിന്നുപോയി. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സുനാമി വന്നപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഭക്ഷണം ലഭിക്കാതിരുന്നാൽ എന്തായിരിക്കും അവസ്ഥ. അതുകൊണ്ട് തന്നെ ഏതൊരാൾക്കും വലിയ അനുഗ്രഹമായിട്ട് അള്ളാഹു നൽകിയത് റിസ്ഖാണ്. അള്ളാഹു തആല വിശാലമാക്കി തരട്ടെ, അള്ളാഹു വിശാലമാക്കി തരട്ടെ. അല്ലദീ അത്അമഹും മിൻ ജൂ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ അള്ളാനെ ഓർത്തുകൊണ്ട് കഴിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി തുടങ്ങിയിട്ട് ഈ ഭക്ഷണം തന്നത് അള്ളാഹുവാണ് എന്ന് നിങ്ങൾ എപ്പോഴും മനസ്സിൽ ഓർക്കണം, എന്നിട്ടേ ഭക്ഷണം കഴിക്കാവൂ എന്ന് ഉസ്താദ് പറയാറുണ്ട്. ഒരിക്കൽ ഞാൻ കേട്ടു ഉസ്താദ് പറഞ്ഞത്, ആ സമയത്ത് യാ മുഖീത്ത് എന്ന അള്ളാഹുവിൻ്റെ സിഫത്ത് ഓർക്കണം. അള്ളാഹുവിൻ്റെ അസ്മായിൽപ്പെട്ട ഒന്നാണ് എന്ത്? മുഖീത്ത്. മുഖീത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കൂത്ത് എന്ന് പറഞ്ഞാൽ ഭക്ഷണം എന്നാണ്. കൂത്ത് എന്ന് പറഞ്ഞാൽ ഭക്ഷണം. മുഖീത്ത് എന്ന് പറഞ്ഞാൽ ഭക്ഷണം നൽകുന്നവൻ. ആരാണ് മുഖീത്ത്? അള്ളാഹുവാണ്, അള്ളാഹുവാണ്. അത് ഓർത്തുകൊണ്ട് മുഖീത്തായ അള്ളാഹു തന്ന ഭക്ഷണമാണ് എന്ന് കരുതിക്കൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്. എന്നിട്ട് അത് കഴിഞ്ഞ് അൽഹംദുലില്ലാഹില്ലദീ അത്അമനീ ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നീ വലാ ഖുവ്വാ. ഈ ദിക്ർ ചൊല്ലണം. അൽഹംദുലില്ലാഹില്ലദീ അത്അമനീ ഹാദാ, ഈ ഭക്ഷണം എന്നെ കഴിപ്പിച്ച അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. വറസഖനീഹി, എനിക്കത് നൽകുകയും ചെയ്ത അല്ലാഹുവേ. മിൻ ഗൈരി ഹൗലിൻ മിന്നീ വലാ ഖുവ്വ, എൻ്റെ കഴിവോ പ്രാപ്തിയോ കൂടാതെ എനിക്കത് എത്തിച്ചു തന്ന അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. അത് ചൊല്ലിയിട്ട് എണീക്കാവൂ. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹില്ലദീ അത്അമനീ അല്ലദീ അത്അമഹും മിൻ ജൂ. വിശപ്പിൽ നിന്ന് അവർക്ക് ഭക്ഷണം നൽകിയ അല്ലാഹ്. വആമനഹും മിൻ ഖൗഫ്, ഭയത്തിന് പകരം നിർഭയത്വം നൽകി ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത അല്ലാഹുവിനെ, ഈ കഅബയുടെ റബ്ബായ അല്ലാഹുവിനെ അവർ ആരാധിച്ചു കൊള്ളട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കഅബയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ സൂറത്ത് ഓതുന്നത് വളരെ പുണ്യമുള്ളതാണ് എന്നും ചില മഹാന്മാർ പഠിപ്പിക്കുന്നത് ഭക്ഷണം തികയില്ലേ എന്നൊക്കെ തോന്നിയാൽ ഈ സൂറത്ത് അങ്ങ് ഓതിയാൽ മതി എന്നാണ്. ഈ സൂറത്ത് ഓതുക. ലഇലാഫി ഖുറൈശ് ഇലാഫിഹിം റിഹ്ലതശ്ശിതാഇ വസ്സൈഫ് ഫല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത് الذي يطعمهم من جوع وآمنهم من خوف. അത് ഓതാലെന്ന് കരുതിയിട്ട് ഭക്ഷണം കുറച്ചുണ്ടാക്കണ്ട അല്ലേ. അഥവാ അങ്ങനത്തെ ഒരു സന്ദർഭം വരുമ്പോൾ എല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോൾ ഒരു പേടിയാവുമല്ലോ തികയിലേന്ന്. നമ്മളെ വായുസ്ഥാനമൊക്കെ ആ പേടി തീർന്നിട്ടുണ്ടാവും. കാരണം അല്ലാഹു തആല ബർക്കത്ത് തരട്ടെ, അല്ലാഹു തആല ബർക്കത്ത് തരട്ടെ. അല്ലാഹു നമ്മുടെ റിസ്ഖിൽ വിശാലത പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ സൂറത്ത് ഓതിയാൽ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. മഹത്തുക്കൾ നമ്മോട് ഇത്തരം വിഷയങ്ങളും ഖുർആൻ കൊണ്ടുള്ള ചികിത്സയും അതുപോലുള്ള പ്രതിവിധിയൊക്കെ പറഞ്ഞു തരുന്നത് അവർക്കതിലുള്ള അനുഭവം കൊണ്ടാണ്, ആ അനുഭവം പഠിച്ചുകൊണ്ടാണ്. ഖുർആനിൽ എല്ലാ കാര്യങ്ങൾക്കും ശിഫ ഉണ്ട് എന്ന് ഖുർആൻ തന്നെ പറയുന്നു. എല്ലാ കാര്യങ്ങൾക്കുമുള്ള ശിഫ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സൂറത്ത് ഓതിയാൽ അങ്ങനെയുള്ളൊരു ഗുണം, റിസ്ഖിൽ ബർക്കത്ത് ലഭിക്കുമെന്ന് പണ്ഡിതന്മാർ മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇലാഫി ഖുറൈശ് ഇലാഫിഹിം റിഹ്ലതശ്ശിതാഇ വസ്സൈഫ് ഫല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂ' വആമനഹും മിൻ ഖൗഫ്.
സദഖല്ലാഹു മൗലാനൽ അലിയ്യുൽ അദീം. പ്രിയമുള്ളവരെ, നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇന്നിവിടെ നമ്മൾ പുതിയ ക്രമീകരണം ആണ് വരുത്തിയത്. അപ്പോൾ ശബ്ദം കേൾക്കുന്നതിൽ എന്തെങ്കിലും പ്രയാസമുണ്ടോ? എങ്ങനെ മനസ്സിലാകുന്നില്ല? എങ്ങനെ? എന്താ ഒന്ന് പറയും ഉറക്കം. ഫ്രണ്ടിൽ നിന്ന് കേൾക്കാത്തത് കൊണ്ട് അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ പുറത്തുനിന്ന് അന്ന് നടത്തുന്ന ആ ഒരു ശൈലി വരുന്നില്ല എന്നാണോ പറയണത്? സഹായിക്കണേ അല്ലാ, നീ സഹായിക്കണേ അല്ലാ, നീ സഹായിക്കണേ അല്ലാ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ وسلام على المرسلين والحمد لله رب العالمين. صلى الله على